നമുക്ക് അവസാനിപ്പിക്കാം. പൊതുയോഗം പബ്ലിക് മീറ്റിംഗ് ഞായറോ തിങ്കളോ അതെ നമ്മളെ പിന്തുണക്കുന്ന നേതാക്കൾ ജനങ്ങളോട് താല്പര്യമില്ല, ആളുകൾ സഖാക്കളോട് താല്പര്യമില്ല നേതാക്കൾ. പേര് പറയാൻ കുറെ ബുക്ക് വേണ്ടി എഴുതി വെക്കണേ. മാനസിക പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ താങ്കളുടെ രഹസ്യമായി അപ്പൊ ഇടതുപക്ഷ പിന്തുണയോട് കൂടിയാണ് താങ്കൾ MLA ആയത്. ഇനിയും താങ്കൾ അതിന് യോഗ്യരല്ല, ഇടതുപക്ഷ LDF മുന്നണി പറയുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ പക്ഷെ അവരുടെ പിന്തുണയോടെ കൂടിയല്ലേ MLA ആയത്? അതൊന്നും വേണ്ട. അവിടെ നടുവിൽ സെൻട്രൽ സീറ്റായി ഞാൻ സ്പീക്കറോട് പറയുന്നത് അടുത്ത സീറ്റ് തരുന്നു. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നടുവിൽ എപ്പോഴും ജനങ്ങളാണ് ഉണ്ടാവും. പാർട്ടി MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടാൽ രാജിവെക്കും? ഇല്ല, അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമില്ല. ഈസി ക്വസ്റ്റ്യൻ. അതെ, പബ്ലിക് മീറ്റിംഗ് ആണോ നമ്മളൊന്നും പറയാം. നമ്മളിപ്പോ തീരുമാനത്തിലെത്താണല്ലോ. കാരണം അവിടുന്ന് ഏതായാലും പുറത്താക്കി, ഇവിടെ എവിടെയും എത്തിയിട്ടില്ല. മലപ്പുറത്ത് നേതാവ് അലിഞ്ഞു കയറി വന്ന കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ആ സംസ്കാരം ഒരിക്കൽ ഏതായാലും വേണ്ട. ലീഗ് ഏതായാലും എടുക്കില്ല, മനസ്സിലായില്ലേ? കോൺഗ്രസ് അങ്ങോട്ട് അടിക്കില്ല. BJP നമുക്ക് പോകാനും പറ്റില്ല. എന്താ ചെയ്യാ? അപ്പൊ എന്തെങ്കിലും വഴിയാണ്. രാഹുൽ ഗാന്ധിയുടെ അന്നും ഞാൻ പറഞ്ഞതാണ്, അത് വക്രീകരിച്ചതാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന, ഒരു മിനിറ്റ്, ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മഹാവ്യക്തി കിടന്നുറങ്ങിയ വീടാണ് എൻ്റെ വീട്, മനസ്സിലായോ? അപ്പം ഞാൻ അന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ DNA ആണ്. അതിന് ആ ബയോളജിക്കൽ DNA എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വോട്ട് പിടിക്കാൻ കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു എന്താ ശ്രമമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ അത് ക്ലിയർ ചെയ്തു. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ചെയ്യുന്നില്ല ED എന്നാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ അന്ന് ഇന്ത്യ മുന്നണി BJPക്കെതിരെ നടത്തുന്ന ഏറ്റവും വലിയ പ്രചരണം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും അനാവശ്യമായി DD അറസ്റ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ഇലക്ഷനിലെ ഏറ്റവും വലിയൊരു പ്രചരണമായതായിരുന്നു. ആ സമയത്താണ് ഈ സാധു ഇവിടെ വന്നപ്പോൾ ഇയാളെ പറഞ്ഞ് പറ്റിച്ചാണ്. അപ്പോൾ ഈ പറഞ്ഞത് എനിക്കെന്തല്ലാതെ ഞാൻ പലതും പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ഞാൻ നിങ്ങളോട് ക്ലിയർ ചെയ്യുക. അപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇവിടെ 4 വോട്ട് കിട്ടണം. ആ കൂട്ടത്തിലോ ജമി പറഞ്ഞു കൊടുത്താണ്. അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുമോ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഒരിക്കലും ചോദിക്കില്ല. അദ്ദേഹം സുബോധത്തോടു കൂടി നല്ല മനസ്സോടു കൂടിയാണ്, ഓർമ്മയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം ചോദിക്കുക വിശ്വസിക്കുന്നതന്നെ. അപ്പോൾ പിന്നെ അതിന് മറുപടി അറിയണ്ടേ? അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണം. അത്രേ ഉണ്ടായിട്ടുള്ളൂ.